ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരവും വാങ്ങി സഞ്ജു സാംസൺ കിരീടമുയർത്തിയപ്പോൾ നമ്മൾ കരുതി, ഇനി സഞ്ജുവിനെ ഒരു തിരിച്ചുപോക്കില്ല. ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾക്ക് മുന്നിൽ ഇനി ഒരിക്കലും കാത്തു നിൽക്കേണ്ടി വരില്ല. കാരണം ആ ലോകകപ്പിലെ തകർപ്പൻ 3 ഇന്നിങ്സുകളിലൂടെ സഞ്ജു നടത്തിയത് എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണ്. ബെഞ്ചിൽ നിന്നും വന്ന് ഇന്ത്യക്കാരുടെ നെഞ്ചിലേക്ക് പടർന്ന ഇന്നിങ്സുകൾ. പക്ഷേ മാസം 3 തികഞ്ഞില്ല. ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ നിലവിളികൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഉയർന്നിരിക്കുന്നു. ലോകകപ്പിൽ 3 മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കളിച്ച് ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ ഒരു താരത്തെ കേവലം 2-3 ഇന്നിങ്സുകളിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. അതിനെന്താ, അന്നത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോലും ടീമിലില്ലല്ലോ എന്ന ചോദ്യം തിരിച്ചു ചോദിക്കാം. പക്ഷേ അവസാന 6 ഇന്നിങ്സുകളിൽ ഒറ്റ സംഖ്യയ്ക്ക് പുറത്തായ അഭിഷേക് ശർമ്മയ്ക്ക് വീണ്ടും അവസരം ലഭിക്കുന്നതാണ് സഞ്ജു ഫാൻസിനെ പ്രകോപിപ്പിക്കുന്നത്. എന്തുകൊണ്ട് സഞ്ജു സാംസൺ മാത്രം വീണ്ടും ഇങ്ങനെ ഇരയാക്കപ്പെടുന്നു? BCCIയുടെ ഈ ഡബിൾ സ്റ്റാൻഡിന് പിന്നിലെ സത്യം എന്താണ് പരിശോധിക്കാം. പൊതുവെ 2020 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന് അത്ര നല്ല കാലമല്ല. ഗംഭീർ യുഗത്തിൽ ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യ തോറ്റിരുന്നുവെങ്കിലും 2020 ഇന്ത്യ മൈറ്റി ആയിരുന്നു. ഹോം എവേ വ്യത്യാസമില്ലാതെ ഒരു പരമ്പര പോലും അടിയറ വെക്കാതെയുള്ള തേരോട്ടം. ഏഷ്യാകപ്പും ലോകകപ്പും തൂക്കുകയും ചെയ്തു. പക്ഷേ ആ അൺബീറ്റൻ സ്ട്രീക്ക് ഇനി ഒരു ഓർമ്മ മാത്രം. നാട്ടിലേക്ക് വന്ന ഇന്ത്യയെ അയർലൻഡ് 2 മത്സരത്തിലും തോൽപ്പിച്ച് വൈറ്റ് വാഷ് ചെയ്തു. ആ അമ്പരപ്പ് മാറും മുമ്പേ കളിച്ച 5-ൽ 4-ലും തോൽപ്പിച്ച് ഇംഗ്ലണ്ടും വൈറ്റ് വാഷ് ചെയ്തു. അടുത്ത പരമ്പര സിംബാബ്വേയുമായി ആയത് ഇന്ത്യക്ക് നന്നായി. അല്ലെങ്കിൽ നിലവിലെ ഫോമിൽ മറ്റൊരു ദയനീയ തോൽവി കൂടി കണ്ടേനെ. സിംബാബ്വേയെ തൂത്തുവാരിയെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ പുകയുന്നത് മറ്റൊരു ചർച്ചയാണ്. മുൻ ഇന്ത്യൻ താരങ്ങളായ അനുമ വിഹാരി, കൃഷ്ണമാചാരി, ശ്രീകാന്ത് എന്നിവരും സോഷ്യൽ മീഡിയയുമെല്ലാം ഈ ചർച്ചയിൽ പങ്കാളികളാണ്. അനുമ വിഹാരി ചോദിച്ച കാര്യം ലളിതമാണ്. ലോകകപ്പിന് മുമ്പ് 5 കളിയിൽ ഫോമിലല്ല എന്ന് പറഞ്ഞ് സഞ്ജുവിനെ പുറത്തിരുത്തി. പിന്നീട് തിരിച്ചു വന്ന സഞ്ജു മാൻ ഓഫ് ദി ടൂർണമെൻ്റായി. അതേ ലോകകപ്പിൽ അഭിഷേക് ശർമ്മ എത്ര റൺസ് എടുത്തു? UK പരമ്പരയിലെ ഒരു 50 മാറ്റി നിർത്തിയാൽ അഭിഷേകിന് പിന്നെ എന്താണുള്ളത്? അഭിഷേകിന് ഇത്രയധികം അവസരങ്ങൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സഞ്ജുവിന് ആ പിന്തുണ ലഭിക്കുന്നില്ല? ചോദ്യങ്ങൾ ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ സഞ്ജുവിനോട് ഈ അനീതി? ശ്രീകാന്തും സമാനമായ കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് കമന്റേറ്റർ ഹർഷ ബോഗ്ലെ പറഞ്ഞത് അതിലും ഗൗരവമുള്ള കാര്യമാണ്. സഞ്ജുവിനെ മാറ്റി നിർത്തിയ തീരുമാനത്തോടും അദ്ദേഹത്തിന് വിശ്രമം നൽകിയതാണ് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിക്കാനാകില്ല. വിശ്രമം നൽകി എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു മറയാണ്. ഏറെക്കാലമായി ക്രിക്കറ്റിലുള്ളതുകൊണ്ട് റെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്നാണ് ബോഗ്ലെ പറഞ്ഞത്. റെസ്റ്റഡ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരെയെല്ലാം ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തതാണ് ചരിത്രമെന്നും ബോഗ്ലെ ഓർമ്മിപ്പിച്ചു. 3 ഇന്നിങ്സുകളിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അതിൽ 2 എണ്ണം തികച്ചും അപരിചിതമായ സാഹചര്യങ്ങളിൽ അത് വെച്ച് ഒരാളെ പുറത്താക്കാമോ? ഇത് ടീമിലെ ബാക്കി കളിക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റിനെയാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റു കളിക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നും ബോഗ്ലെ ചോദിക്കുന്നു. അവസാനമായി കളിച്ച 6 ഇന്നിങ്സുകളിൽ അഭിഷേക് ശർമ്മയുടെ സ്കോറുകൾ നോക്കൂ. 2, 8, 1, 3, 16, 10. സിംബാബ്വേക്കെതിരായ പരമ്പരയിൽ 3 കളിയിലും ബ്ലെസ്സിംഗ് മുസർവാനിക്ക് മുന്നിൽ ഒറ്റ സംഖ്യയിൽ പുറത്തായി. തീർച്ചയായും അഭിഷേക് ശർമ്മ ഒരു ടാലന്റഡ് പ്ലെയർ തന്നെയാണ്. ഒരു ഇന്നിങ്സ് കൊണ്ട് കളി മാറ്റാൻ ശേഷിയുള്ള വെടിക്കെട്ട് ഓപ്പണർ, അതിലാർക്കും തർക്കമില്ല. പക്ഷേ അഭിഷേകിൻ്റെ ഫോമില്ലായ്മ മാനേജ്മെൻറ്റ് സഹിച്ച് പിന്തുണക്കുമ്പോൾ അതേ ഔദാര്യം മറ്റുള്ളവർക്കും ബാധകമല്ലേ എന്നത് മാത്രമാണ് ചോദ്യം. സഞ്ജു അയർലൻഡിനും ഇംഗ്ലണ്ടിലെ ഒരു കളിയിലുമാണ് പരാജയപ്പെട്ടത്. അയർലൻഡിലെ അന്തരീക്ഷത്തിൽ മറ്റു ബാറ്റർമാരും വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ 31-കാരനായ സഞ്ജുവിനേക്കാൾ BCCIക്ക് താല്പര്യം 25-കാരനായ അഭിഷേകിലായിരിക്കാം. ഒരു കാലത്ത് MS ധോണി, പിന്നീട് ഋഷഭ് പന്ത്, പിന്നെ ഇഷാൻ കിഷൻ, ശുഭ്മാൻ ഗിൽ, ജിതേഷ് ശർമ്മ. സഞ്ജുവിന് ഇന്ത്യൻ ടീമിലെ നിലനിൽപ്പിൽ ഒരു പുതിയ എതിരാളിയെ കൂടി കിട്ടിയിരിക്കുന്നു. 15-കാരൻ വൈഭവ് സൂര്യവംശി എന്ന അത്ഭുത ബാലൻ. സിംബാബ്വെ പരമ്പരയിൽ മിന്നിയ വൈഭവ് മികച്ച സ്റ്റേറ്റ്മെൻറ്റാണ് നൽകുന്നത്. ഈ കുട്ടി ആരുടെ സ്ഥാനമാണോ കൈയടക്കുന്നത് അവരെ ഇനി തിരികെ വരാൻ അവൻ അനുവദിക്കില്ല എന്നാണ് ഇർഫാൻ പത്താൻ എക്സിൽ കുറിച്ചത്. സഞ്ജുവും വൈഭവും IPLൽ രാജസ്ഥാൻ റോയൽസിൽ ഒന്നിച്ച് കളിച്ചവരാണ്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് വൈഭവ് വളർന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വൈഭവിൻ്റെ വരവ് സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് വലിയ ഭീഷണിയാണ്. മറുവശത്ത് 3-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷൻ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജു തിരിച്ചു വരുമ്പോൾ 6 പുറത്തിരിക്കും. ഫോമിലല്ലാത്ത അഭിഷേക് ശർമ്മക്ക് റെസ്റ്റ് നൽകി സഞ്ജുവിനെയും വൈഭവിനെയും ഓപ്പണർമാരാക്കുക എന്നതാണ് സ്വാഭാവിക നീതി. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും ലഭിക്കും. പക്ഷേ സെലക്ടർമാർ അതിന് തയ്യാറാകുമോ? ഇതൊന്നും സഞ്ജുവിന് പുതിയ അനുഭവങ്ങളല്ല. പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത ഇന്ത്യൻ ടീമിൽ ഇതൊന്നും അസ്വാഭാവികമായ കാര്യങ്ങളുമല്ല. പക്ഷേ ഇതിനേക്കാൾ വലുത് ചാടിക്കടന്നവനാണ് സഞ്ജു സാംസൺ. വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് T20 ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ സഞ്ജു തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ സഞ്ജുവിൻ്റെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം വീണ്ടും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു. കളിയിലെ സമ്മർദ്ദം മാത്രമല്ല,
ഒരു ഡെക്കായാൽ അടുത്ത കളിയിൽ ടീമിന് പുറത്താകുമെന്ന മനഃശാസ്ത്രപരമായ ഭയം കൂടി സഞ്ജുവിനെ അതിജീവിക്കേണ്ടി വരും. സഞ്ജുവിനോട് കാണിച്ചതും അനീതിയാണോ? വൈഭവും അഭിഷേകും കിഷനുമുള്ളപ്പോൾ സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമാണോ?